അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ ഭർത്താവിനെ കുറിച്ച് ആയാലോ? ഏതൊക്കെ ഭർത്താവ് എങ്ങനെയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ഭർത്താക്കന്മാരുടെ സ്വഭാവമാണ് ഈ പറയാൻ പോണത്. അതിലൊരു പക്ഷേ എൻ്റെ ഭർത്താവ് ഉൾപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഭർത്താവ്, കാണുന്നവരുടെ ഭർത്താവ് ഉൾപ്പെട്ടിട്ടുണ്ടാവും. ചില ഭർത്താക്കന്മാർ ഇതൊക്കെ കാണുന്നുണ്ടാവില്ലേ, ചിലപ്പോൾ അവരും ഉണ്ടാവും കേട്ടോ ഈ കൂട്ടത്തിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ധൂർത്തടി. ഒരു ധൂർത്തടി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും അത് ദാനശീലം എന്നുള്ള ഒരു സ്വഭാവമാണ്. ധൂർത്തടിച്ച് കളയാന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ച് കളയുക, അല്ലെങ്കിൽ ലഹരി മരുന്നുകൾ, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുക, അവിടെ ഇവിടെയും കറങ്ങുക, അങ്ങനെ പല ധൂർത്തടി ഉണ്ട് കേട്ടോ. നല്ല നല്ല ഡ്രസ്സ്, എപ്പോഴും പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കുക, പിന്നെ വരുന്നതും പോകുന്നതും കാറിലോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒരുപാട് അതിനൊക്കെ ചിലവുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ധൂർത്തടി എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. നമുക്ക് ധൂർത്തടി പല തരത്തിൽ തരംതിരിക്കാൻ പറ്റും. ഇപ്പോൾ കള്ളുടിച്ച് വെള്ളമടിച്ച് കളയണവർക്ക് അതൊരു ധൂർത്തടിയാണ്, കാരണം പൈസയൊക്കെ അതിലൂടെ പോകും. അല്ലാത്തവർ മറ്റേ സിനിമ കാണാൻ പോക്കും അല്ലെങ്കിൽ അങ്ങനെ ടൂറ് പോണതും വെറുതെ അനാവശ്യമില്ലാത്ത യാത്രയ്ക്ക് പോണത് അതും ഒരു ധൂർത്തടി തന്നെയല്ലേ. അപ്പം ഞാൻ പറയാൻ പോണ ഭർത്താക്കന്മാർ നല്ല സ്വഭാവമുള്ളവരാണ്. അവർ കള്ളു കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, അങ്ങനെ ലഹരിക്ക് അടിമയൊന്നുമല്ല. നല്ല സ്നേഹമുള്ള ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താവിൻ്റെ ധൂർത്തടി അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാമല്ലേ നമുക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ഭർത്താവ് എന്നായിക്കോട്ടെ, നല്ലൊരു സ്നേഹമുള്ള ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താവാണ് കേട്ടോ. ഭാര്യയെ മോളെ പൊന്നേന്നേ വിളിക്കുകയുള്ളൂ, പേരെടുത്ത് പോലും വിളിക്കാത്ത ഒരു ഭർത്താവാണ്. പക്ഷെ പുള്ളിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളിക്ക് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, അത്യാവശ്യം കുടുംബം കഴിയാനുള്ള നല്ലൊരു ശമ്പളമുള്ള ജോലിയാണ്. ഭാര്യ ജോലിക്കൊന്നും പോകണുണ്ടാവില്ല, കുട്ടികളെ നോക്കിയൊക്കെ വീട്ടിലിരിക്കണേലോ. അങ്ങനെ വരുമ്പോൾ മാസം അവസാനം ശമ്പളം കിട്ടുമ്പോൾ കയ്യിൽ ചിലപ്പോൾ പകുതി, ശമ്പളത്തിൻ്റെ പകുതിയെ കയ്യിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ ബാക്കി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഉത്തരം ഉണ്ടാവില്ല. പിന്നെ ഭാര്യ അത് ചോദിക്കുമ്പോൾ പറയും ഓഫീസിലെ സ്റ്റാഫ് അവർ ചോദിച്ചു, ഇവർ ചോദിച്ചു, അവർക്ക് കൊടുത്തു, പിന്നെ കുറേ പിരിവുകാർ വന്നു, പിന്നെ കുറേ അങ്ങനെ ഇങ്ങനെ കുറേ ആവശ്യവും അനാവശ്യമായിട്ട് അങ്ങനെ കുറേ പേർക്ക് കൊടുത്തതായിട്ട് ആളുകൾക്ക് വരുന്ന പരിചയക്കാർക്ക് ഓരോ ആവശ്യം വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്നത്, അതാണ് ഞാൻ പറയുന്ന ആളുടെ ധൂർത്തടി. എന്ത് ചോദിച്ചോ അയാളുടെ അടുത്ത് കൊടുക്കും. അയാൾക്കൊരു മടിയില്ല കൊടുക്കാൻ, കാരണം അയാൾക്ക് ഉണ്ടോ ഇല്ലയോ, ഭാവിയിലേക്ക് വേണോ, അല്ലെങ്കിൽ 2 പെൺകൊച്ചുങ്ങളാണ് അവരെ കെട്ടിച്ചു വിടണമെന്നോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ കുറച്ച് ഒരു വീട് നമ്മൾ മാറ്റി വെച്ച് കുറേശ്ശെ ചെറുപ്പത്തിലേ മാറ്റി വെച്ചാലാണല്ലോ അവർക്കൊരു 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കയ്യിൽ നമുക്ക് കരുതി വയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഉള്ള സ്വഭാവമൊന്നുമില്ല. അപ്പം തന്നെ തീർക്കുക. കിട്ടിക്കഴിഞ്ഞോ ഉടനെ ഭാര്യയ്ക്ക് 2 സാരി, ഭർത്താവിന് 2 ഷർട്ട്, മക്കൾക്ക് അത് ഇത്, വീട്ടിലേക്കുള്ള ആവശ്യം അനാവശ്യമായിട്ട് കുറേ ഉള്ള സാധനം വീണ്ടും വീണ്ടും വാങ്ങിച്ചിടുക. അങ്ങനത്തെ ഒരു സ്വഭാവം, അങ്ങനത്തെ ഒരു ധൂർത്തടി കേട്ടോ ഞാൻ പറയുന്ന ആള്. അങ്ങനത്തെ ഭർത്താവ് എത്ര പേരുടെ വീട്ടിലുണ്ടാവും. ഈ കാണുന്ന ആരെങ്കിലും ഒരാൾ പറയും ഇത് എൻ്റെ വീട്ടിൽ ഇങ്ങനെയാട്ടോ എന്ന് പറയും. അത് ഉറപ്പാണ് എനിക്ക് കേട്ടോ, അത് സത്യമാണ്. നോക്കിക്കോ, ഞാൻ പറയണു, ആരെങ്കിലും ഒരാളെങ്കിലും പറയും ഇത് എൻ്റെ ആ പറയുന്ന കണ്ടവരുടെ കുടുംബത്തിലൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ധൂർത്തടിക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭാര്യയ്ക്ക് ഇരുന്ന് കരയാം വേണമെങ്കിൽ. കാരണം കള്ളുകുടിക്കില്ല, ഈ പറഞ്ഞല്ലോ വേറെ ദുസ്വഭാവങ്ങളൊന്നുമില്ല. ഈ പൈസ കാണുന്നവനൊക്കെ എടുത്ത് കൊടുത്ത് കയ്യിൽ ഒന്നുമില്ലാത്ത പോലെ തിരിച്ചു വരുന്ന ആ ഒരു അവസ്ഥ ഓർത്താണ് ഭാര്യ കരയണത്. വീട്ടിലുള്ളവരോട് പറയും, ആങ്ങളമാരോട് പറയും, അല്ലെങ്കിൽ മക്കൾ വലുതാണെങ്കിൽ മക്കളോട് പറയും. പക്ഷെ എവിടെ കേൾക്കാൻ, പുള്ളി കേൾക്കില്ല. പുള്ളി കയ്യിലുള്ളതൊക്കെ അവിടെ കൊടുത്താലാണ് പുള്ളിക്ക് തൃപ്തിയാവുള്ളൂ. കാരണം പുള്ളിയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പറയും, ചിലപ്പോൾ ഒത്തിരി ഭക്തിയുള്ള ആളാണെങ്കിൽ ദൈവത്തിൻ്റെ പേരും പറഞ്ഞു ഞാൻ അവിടെ പോണു ഇവിടെ പോണു, കുറച്ച് തരാമോ, എൻ്റെ നേർച്ചയാണ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് കുറേ പേർക്ക് കൊടുക്കും കേട്ടോ. അങ്ങനെ ഒത്തിരി കൊടുക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് എന്താ പറ്റുന്നറിയോ, അവസാനം അവരുടെ ഒരു ഏജ് എത്തുമ്പോൾ ഈ പറയുന്ന ഞാൻ പറയുന്ന ആൾ ചെറുപ്പം തൊട്ടേ ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. കയ്യിലുള്ള പൈസ മുഴുവനും ഇവർക്കും ചോദിക്കാതെയും ചോദിച്ചും ഇങ്ങനെ ഈ പറഞ്ഞ എല്ലാവർക്കും കൊടുത്ത് ആ പെൺകൊച്ചുങ്ങളൊക്കെ ഒന്ന് വലുതായി വരുമ്പോഴത്തേക്കും കയ്യിൽ നയാ പൈസ ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ അത് അറിയുന്ന ഒരു ഫാമിലി തന്നെയാണ്, അതുകൊണ്ടാട്ടോ ഞാനിത് പറയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകാൻ അത്യാവശ്യം ജോലിയൊക്കെ ഉള്ളത് കാരണം പെൺകുട്ടികൾ തരക്കേടില്ലാതെ കല്യാണം കഴിഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അയാൾക്ക് ആ വിഷമമുണ്ട്, ഞാൻ കൊടുത്തൂലോ അങ്ങനെ എനിക്ക് കാരണം ഒത്തിരി പേർക്ക് കടം കൊടുത്തിട്ടുണ്ട് പൈസ. ഒത്തിരി ചോദിക്കുമ്പോൾ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തരാമെന്ന് പറയും. ചിലപ്പോൾ ഈ കൂടെ ഓഫീസിൽ ജോലി ചെയ്യണവർ തന്നെയായിരിക്കും. അല്ലെങ്കിൽ അടുത്ത മാസം ചിട്ടി വിളിക്കുന്നുണ്ട്, ആ ചിട്ടി വിളിക്കുമ്പോൾ ഞാൻ ഒന്നിച്ച് തരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ്
5000 10,000 പറഞ്ഞ് കുറേശ്ശെയായിട്ട് വാങ്ങിച്ച് വലിയൊരു എമൗണ്ട് അയാൾക്ക് കൊടുക്കാനുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. ആ ഒരു എമൗണ്ട് അയാൾ കൊടുത്തിട്ടുള്ള ആ ഒരു എമൗണ്ട് ഒക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ 2 പെൺകുട്ടികളെയും കല്യാണം കഴിപ്പിച്ച് നല്ലൊരു വീടും വാങ്ങിക്കാനുള്ള പൈസ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അയാളെ ചോദിക്കുമ്പോഴത്തേക്ക് അയാൾക്ക് എടുത്ത് കൊടുത്തു പോവുകയാണ്. ഇതിനെ നിയന്ത്രിക്കാൻ എന്നാൽ ഭാര്യയ്ക്കൊട്ട് സാധിക്കണമില്ല. ഭാര്യയ്ക്ക് എന്താ പറയുക, അതിനുള്ള സാമർഥ്യം ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. കൈ മലർത്തുക, ഞാൻ എന്ത് ചെയ്യാനാ, ചേട്ടനെടുത്ത് കൊടുക്കണു, ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിച്ച് കൈ മലർത്തിയേ ഉള്ളൂ. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയും കുറച്ച് നേരം, ചിലപ്പോൾ തമ്മിൽ തന്നെ രണ്ടുപേരും കൂടി പൈസയുടെ പേരും പറഞ്ഞു. കാരണം മക്കൾ വലുതായി വന്നു, മക്കളെ പഠിപ്പിക്കണം, മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടണം, അങ്ങനെ ഇങ്ങനെ, വീടില്ല, വാടകയ്ക്കാണ് താമസിക്കണത്, നല്ലൊരു ജോലിയുണ്ട്, എന്നിട്ടും ദാരിദ്ര്യം മാത്രം, വീട്ടിൽ 10 പൈസ മിച്ചമില്ല, നാളെ ഒരു ദിവസം സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ പൈസ ആസ്പത്രി ചെലവിനോ അങ്ങനെയുള്ള ഒന്നുമില്ല. അങ്ങനെയുള്ള കുറേ പരാതികളാണ് ആ ഭാര്യയ്ക്കുള്ളത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, പതറിപ്പോവുകയാണ് ആ ഭാര്യ. ഞാൻ അറിയുന്ന ആൾ തന്നെയാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്യും ഗീത, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ ആരാണെന്നൊന്നും പറയണില്ല കേട്ടോ. ഇപ്പോൾ അത് കാണുന്ന അവർക്ക് മനസ്സിലാവും ഞാൻ അവരെ പറ്റി ഉദ്ദേശിക്കണതാണ്. കാരണം ഇതൊക്കെ അറിയണ ആളാണല്ലോ ഞാനും, അതുകൊണ്ട് അവർക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ എന്തായാലും അത് പറയാതിരിക്കാൻ വയ്യ. ഒന്നുകിൽ അയാളും കണ്ടോട്ടെ, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്വഭാവമുള്ള എത്രയോ ആണുങ്ങൾ ഉണ്ടാവുമല്ലോ, അവർ വേണമെങ്കിൽ ഒരു മനമാറ്റം ഉണ്ടായിക്കോട്ടെ. അത്ര ഉദ്ദേശിച്ചിട്ടാട്ടോ ഞാൻ പറയണത്. ഞാൻ പറയുകയാണെങ്കിൽ അപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഇത് പലർക്കും പല അഭിപ്രായങ്ങൾ വരാം, എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. സ്വഭാവം കൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളുടെ ഇടപെടുന്നതുകൊണ്ടും പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ ആയിരിക്കും പലരും. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെതായ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, ഭാര്യ ചെയ്യേണ്ടത്, അയാൾക്ക് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, അതിൽ നിന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. കാരണം അയാൾ അപ്പോഴത്തേക്കും പകുതി പൈസയും ഓഫീസിൽ കൊടുത്തിട്ട് വരികയല്ലേ. ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്നുകിൽ അയാളോട് ബാങ്കിലേക്കാണ് പൈസ വരികയാണെങ്കിൽ ആ ജോയിൻറ്റ് അക്കൗണ്ടായിട്ട് ഭാര്യയുടെ പേര് നിർബന്ധമായിട്ട് ചേർക്കുക. പൈസ പറഞ്ഞാൽ ഓഫീസിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല, അറിയാവുന്നവർ പൈസ ചെയ്യാനും അങ്ങനെ ഇങ്ങനെ അക്കൗണ്ട്സൊക്കെ നോക്കുന്നവരൊക്കെ ഉണ്ടാവില്ല. അവരോട് പറഞ്ഞു വെക്കുക പൈസ ഇടുന്ന ദിവസം. ആ സമയം തന്നെ നിമിഷ നേരം കൊണ്ട് ആ പൈസ പിൻവലിക്കുക. അതായത് കുറച്ച് പൈസ അതിൽ വെച്ചേക്കുക, ബാക്കിയുള്ളത് അങ്ങോട്ട് പിൻവലിക്കുക. അപ്പോൾ പറയും, അപ്പോൾ വീട്ടിൽ ഭൂകമ്പം ഉണ്ടാവും, ഭാര്യ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. ചെയ്തോട്ടെ, ഭൂകമ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് മാറ്റി വേറെ സേവ് ചെയ്ത് വേറെ ഭാര്യയുടെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഭർത്താവിനെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റി വെക്കുക. കാരണം ഇതുപോലെ പാവങ്ങളായ ഭർത്താവിനെ കൂടുതൽ ചൂഷണം ചെയ്യണവരുണ്ടാവും. കാര്യം അയാളെ കൊണ്ട് ചോദിക്കുമ്പോൾ അയാൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ചിലവരങ്ങനെയാണ്. ഒരുപാട് ആരെങ്കിലും കൈനീട്ടി ചോദിച്ചാൽ ഒന്ന് കരഞ്ഞു പറഞ്ഞാൽ അപ്പം എടുത്ത് കൊടുക്കും. എന്നാൽ അവരവരുടെ വരും വരായികളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ചോ അവരൊന്നും ചിന്തിക്കില്ല. കാരണം അവരുടെ സ്വഭാവം അതാണ്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ചിലവരങ്ങനത്തെ ഉണ്ടാവും, പ്രകൃതി ഉണ്ടാവുമായിരിക്കും. പിന്നെ ഒരു കാര്യം, ഇപ്പം ഈ ഭർത്താവിനോട് അറിയാവുന്നവർ പൈസ ചോദിക്കണോ, അത് ആരാന്ന് പരമാവധി കണ്ടുപിടിക്കാൻ നോക്കുക. എന്നിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുക, നിങ്ങളിങ്ങനെ ചെയ്യില്ലേന്ന് പറഞ്ഞ് എന്നും സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഇങ്ങനെയൊക്കെ മറിച്ച്, അതായത് അടുത്ത മാസം തരാം, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഓരോരുത്തർക്ക് വാങ്ങിക്കുന്നുണ്ടാവും. പരമാവധി അവരെ കണ്ടുപിടിച്ച് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കുക, ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യില്ലേന്ന് പറഞ്ഞു നോക്കുക. എന്നിട്ടും ശരിയാവണില്ല അവർ. കാരണം പൈസ ആരായാലും എത്ര നല്ല മനുഷ്യരായിക്കോ, 100ൽ 1 or 2 പേര് ഞാൻ പറയാം നേരായ രീതിയിൽ അവന് ഒരു കുടുംബമുണ്ട്, അവന് ഒരു പെൺമക്കളുണ്ട്, അല്ലെങ്കിൽ അവന് വീടില്ല, അവനും വീട് വെക്കണം എന്നൊക്കെ ഒരു തോന്നലുള്ളവന് 1 or 2 പേരുണ്ടാവും മനസ്ഥിതി. അങ്ങനെയുള്ളവർ അതുപോലെ ചോദിക്കില്ലായിരിക്കും. പക്ഷെ മിക്കവരും അങ്ങനെയല്ലല്ലോ. എങ്ങനെ മറ്റുള്ളവൻ്റെ പോക്കറ്റിലുള്ളത് നമ്മുടെ പോക്കറ്റിലേക്ക് വരുത്താം എന്നാ നോക്കുകയുള്ളൂ. സത്യമല്ലേ ഞാൻ പറയണത്? ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഒറ്റ പോംവഴി ഇതേ ഉള്ളൂ. ഭാര്യയുടെ അക്കൗണ്ട്, അതായത് ഭർത്താവിൻ്റെ അക്കൗണ്ടിൻ്റെ ജോയിൻ്റ് അക്കൗണ്ടായിട്ട് ഭാര്യയുടെ പേരും കൂടി ചേർക്കുക നിർബന്ധമായിട്ടും. അതിൽ നിന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് ഭാര്യയും കൂടി പിൻവലിക്കാൻ അത് ബാങ്കിലുള്ളവരായിട്ട് പറഞ്ഞ് ഒന്ന് ഒത്തുതീർപ്പാക്കി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ സ്ഥിതിയൊക്കെ അറിഞ്ഞ് കുറച്ച് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് പരമാവധി ആ പൈസ കുറച്ച് ഭാര്യ മാറ്റി വയ്ക്കാൻ നോക്കുക. അല്ലാതെ ഭാര്യ പാവം പോലെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്യാനാ, ഭർത്താവ് പറഞ്ഞേ ഞാൻ കേൾക്കുള്ളൂ, അദ്ദേഹം കൊണ്ടുവരണേ ഞാൻ വെക്കുള്ളൂ, അങ്ങനെ പാവം പോലെ ഇരുന്നാൽ ശരിയാവില്ല. കാരണം ഇങ്ങനെ പാവം എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കും. പിന്നെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ പ്രാവശ്യം പറയാം, മക്കളുടെ ആവശ്യങ്ങൾക്ക് അതിന് പൈസ ചോദിച്ചു, സ്കൂളിൽ ഇതിന് ചോദിച്ചു, കുറച്ചൊക്കെ നുണ പറയണം. അല്ലാതെ സത്യസന്ധമായിട്ട് പറഞ്ഞേ ഞാൻ ജീവിക്കുള്ളൂ എന്ന് വെച്ചാൽ പറ്റില്ല. ചില കാര്യങ്ങളിൽ
ഇതുപോലെ ധൂർത്തടിക്കണവർ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരോട് കുറച്ചൊക്കെ നുണ പറഞ്ഞ് നമ്മളെ പൈസ വസൂലാക്കാൻ നോക്കുക വേണ്ടത്. കാരണം പക്ഷെ എന്നിട്ട് അവർ ഭാര്യ ധൂർത്തടിക്കാനല്ല കേട്ടോ ഞാൻ പറയണത്, അവരത് മക്കളുടെ പേരിലോ അല്ലെങ്കിൽ സ്വന്തം പേരിലോ മാറ്റി വെക്കുക, നാളത്തേക്ക് എന്നുള്ളൊരു നീക്കി വെക്കണ ഒരു രീതി ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തു വെക്കാനാണ് ഞാൻ പറയുന്നത് കേട്ടോ. എത്രയോ ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ, കൂട്ടുകാർക്ക് വേണ്ടി സ്വന്തം ആധാരം എടുത്തു കൊടുത്തിട്ട് അവസാനം കൂട്ടുകാരെ അടയ്ക്കാതെ സ്വന്തം കിടപ്പാടം പോയിട്ട് ഒന്നുമില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നതോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ നാട് വിട്ടു പോകേണ്ട അവസ്ഥ വരെയുള്ള എത്രയോ പേരുണ്ട്. അതിനൊന്നും വരുത്താത്ത രീതിയിൽ ഭാര്യയും കൂടി കുറച്ച് ഉഷാറായി ഒരു കൺട്രോളിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ കുറച്ചൊന്ന് നിയന്ത്രിക്കാൻ പറ്റും. എല്ലാവരും ഭർത്താവിൻ്റെ വീട്ടുകാരെന്ത് വിചാരിക്കും, ഞാൻ ഭരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആങ്ങളെ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അമ്മയും അച്ഛനും എന്ത് വിചാരിക്കും, അതൊന്നുമില്ല. അവനവൻ്റെ കുടുംബം അത് കഴിഞ്ഞ് ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. ആദ്യം അവനവനെ വെച്ച് കുറച്ച് മാറ്റി വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നാളെ ദുഃഖിക്കേണ്ടി വരും. കാര്യം അതുപോലുള്ള സംഗതികളാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ വിശ്വസിച്ച് മറ്റുള്ളവരെ ഏൽപ്പിക്കണു, അല്ലെങ്കിൽ അവർ നാളെ തരുമല്ലോ, മറ്റന്നാൾ തരും, അല്ലെങ്കിൽ അടുത്ത മാസം തരും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടുകാരെ ചിലപ്പോൾ ഭർത്താവിനെ അറിയാതെ ഭാര്യ എടുത്ത് കൊടുക്കണൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതൊക്കെ തെറ്റാണ് കേട്ടോ. നാളെ നിങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ കൊടുത്ത ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല. കാര്യം മക്കൾക്ക് വേണ്ടിയായിരിക്കും ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കോടികളും ലക്ഷങ്ങളും കൊടുത്ത് അവർ അഡ്മിഷൻ വാങ്ങിക്കണു, അങ്ങനെയൊക്കെ ഒത്തിരി നമ്മൾ കേൾക്കാറുണ്ടല്ലോ. പക്ഷെ നമ്മുടെ മക്കൾ വലുതായി നമുക്ക് ഇതുപോലൊക്കെ കോടികളോ അല്ലെങ്കിൽ ലക്ഷങ്ങളോ ഒക്കെ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ വല്ലതും വേണ്ടേ? നല്ലൊരു ശമ്പളം ഉള്ള ഒരാളായിരിക്കും, പക്ഷെ ഈ കൂട്ടുകാർക്കുള്ള ദാനം കൊടുക്കൽ കാരണം അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ വരും. ആ സമയത്ത് നമ്മൾ കൊടുത്ത കൂട്ടുകാരന്മാർ തിരിഞ്ഞു നോക്കില്ല, അവരോട് ചോദിക്കുമ്പോൾ അവർ കൈ മലർത്തി മാറി പോവുകയുള്ളൂ. ഈ പൈസ വാങ്ങിച്ച കൂട്ടുകാരന്മാർ 2 വണ്ടിയും, ഭാര്യയ്ക്കൊരു വണ്ടി, ഭർത്താവിന് വണ്ടി, മക്കൾക്ക് സ്കൂട്ടർ, ഇങ്ങനെയൊക്കെ നിറയെ ഇഷ്ടംപോലെ വണ്ടിയൊക്കെ വാങ്ങിച്ച് കാർ ഷെഡിൽ ഇട്ടിട്ടുണ്ടായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ നമ്മളോ, ഈ കൊടുത്തവനോ അപ്പോഴും ഒരു പഴയ സ്കൂട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വണ്ടിയും വെച്ചുകൊണ്ടായിരിക്കും അവർ കഴിഞ്ഞു കൂടുന്നത്. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഭാര്യമാരെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ ധൂർത്തടിക്കണ ഭർത്താക്കന്മാരെ നിയന്ത്രിക്കാൻ നോക്കുക. ഇപ്പോൾ കുടിച്ചു കളയണു അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങൾക്ക് കൊണ്ട് പൈസ കളയണു, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പരമാവധി നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നിയന്ത്രിച്ച് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാം. കാരണം അത് ഒത്തിരി അതിനുള്ള മരുന്നുകളും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നല്ല സ്വഭാവമാണ്, നല്ല രീതിയിൽ പാവമാണ്, ഇങ്ങനെയുള്ള മദ്യപാനമോ അങ്ങനെയൊന്നും ഇല്ലാത്ത ചീത്ത കാര്യങ്ങൾക്കൊന്നും പോവാത്തൊരു മനുഷ്യനാണ്. പക്ഷെ ഈ ആളുകൾ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുന്ന ഒരു സ്വഭാവം, അങ്ങനെയുള്ളവർക്കാട്ടോ ഞാൻ ഈ പറയണത്. പരമാവധി ഒരു ഭാര്യയും കൂടി ഒന്ന് വിചാരിച്ച് ഒന്ന് ഉഷാറായി ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ കൊടുക്കുന്ന ആ സ്വഭാവം കുറച്ച് നിർത്താൻ പറ്റുമായിരിക്കും. കാരണം കയ്യിലുള്ളതൊക്കെ വീണ്ടും വീണ്ടും അയാളുടെ ചോദിക്കാനുള്ള ആ ഒരു പ്രേരണ കുറച്ച് പേരുടെയെങ്കിലും നമ്മളിങ്ങനെ പറയുമ്പോൾ അവരുടെ ആ ഇത് കുറയും, കുറച്ച് പേരെങ്കിലും ചോദിക്കലും കുറയും അങ്ങനെയൊക്കെ. കാരണം നമ്മുടെ കയ്യിൽ നാളെ പൈസ ഒന്നും ഇല്ലാതാവുമ്പോൾ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് നമുക്കൊരു ആവശ്യം വന്നു, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കരഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും വരുമോ നമ്മളെ സഹായിക്കാൻ? ആരും വരില്ല. എല്ലാം അവനവനുണ്ട്, അത്രയേ ഉള്ളൂ. അത് ഒന്ന് മനസ്സിലാക്കി കൊടുത്ത് ഭർത്താവിനോടായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവരോ ആരെങ്കിലും കൊണ്ട് പറയിപ്പിച്ച് ഈ ധൂർത്തടി നിർത്താമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഭർത്താക്കന്മാരുടെ ധൂർത്തടിക്ക് നമുക്കൊന്ന് പിടിച്ച് നിർത്തണം, അല്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കൊന്ന് തെളിയിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതിന് നമ്മൾ മുന്നിട്ട് ഇറങ്ങുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നാളെ തന്നെ ഈ വീഡിയോ കാണുന്നവർ നാളെ തന്നെ റെഡി ആയിക്കോട്ടോ. ഭർത്താവിൻ്റെ ഈ ധൂർത്തടി ഉള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവും, ഓ എൻ്റെ ഭർത്താവ് അങ്ങനെയാണല്ലോ, ഞാൻ കുറച്ചും കൂടി ഒന്ന് ചെയ്യണം, അങ്ങനെ തോന്നണം കേട്ടോ. തോന്നി ആ ഭർത്താവിനെ ആ ധൂർത്തടി അതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. മാറ്റിയെടുക്കാൻ ശ്രമിച്ചെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിർത്തട്ടെ, നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വരാം കേട്ടോ. ബായ്.